നമ്മുടെ മുൻ മന്ത്രിയും MLA ഒക്കെയായ ജലീലിക്കയുടെ ഒരു പോസ്റ്റിലെ കമൻറ്റ് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കാണുകയുണ്ടായി. ഫസൽ ഷുക്കൂർ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു കമൻറ്റിൻ്റെ താഴെ ഡോക്ടർ KT ജലീൽ ഓദർ എന്ന് പറഞ്ഞിട്ട് വന്ന് എഴുതിയ കമൻറ്റാണ്. അത് വളരെ പ്രസക്തമാണ്. എന്നാലും അസംബ്ലിയിൽ EP ജയരാജൻ്റെ കൂടെ നിന്ന് സ്പീക്കറുടെ ചെയർ വലിച്ചിട്ടത് ശരിയായില്ല. താങ്കൾ അസംബ്ലിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ PSMO കോളേജിൽ പ്രിൻസിപ്പൾ ആകേണ്ട ആളായിരുന്നു. കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും താങ്കൾ വരുമ്പോൾ വിദ്യാർത്ഥികൾ താങ്കളുടെ ചെയർ വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട്? അതിന് KT ജലീൽ മറുപടി പറഞ്ഞത്, ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു, അതൊരബദ്ധമായിപ്പോയി, മനുഷ്യനല്ലേ, വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ. വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഡോക്ടർ KT ജലീൽ ആ വിഷയത്തിൽ അത്തരമൊരു പ്രതികരണം നടത്തിയത് അഭിനന്ദനാർഹമായ കാര്യമാണ്. നമ്മളെയൊക്കെയും പലതരത്തിലും പല തലത്തിലുമൊക്കെ പലരും ഉപയോഗിക്കാൻ ശ്രമിക്കും. ഈ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ അതിനുവേണ്ടിയുള്ള വികാരവും ആവേശവും പൊക്കിപ്പറയലും പിന്നെ നമുക്കെന്തോ വലുതെന്നൊക്കെ തോന്നുന്ന പലതും നമ്മളിലേക്ക് തന്ന് നമ്മളെ ഒരുതരം പ്രത്യേകതരം ഒരു വികാരത്തിൻ്റെ അടിമയാക്കി മാറ്റും. ഈ നല്ല നല്ല മനുഷ്യരെ ഒന്നും ദൈവം വഴിതെറ്റിക്കുന്നത് അല്ലെങ്കിൽ വഴികേടിലാക്കുന്നത് മദ്യവും പെണ്ണും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തല്ല. പക്ഷേ അവരുടെ മനസ്സിലേക്ക് ഒരു താനെന്ന ഭാവം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഉയർത്തി പറയുമ്പോഴോ ഒന്ന് പൊക്കുമ്പോഴോ അങ്ങ് ഏറിൽ കയറുക, അങ്ങനെ കയറിക്കഴിഞ്ഞ് നമ്മൾ ആവേശം അലതല്ലി എല്ലാവരെക്കാളും ആവേശത്തിൽ നാം നമ്മളെ മറന്ന് പലതും ചെയ്തു കൂട്ടും. ആ ചെയ്തു കൂട്ടുന്നത് പിന്നീട് അത് നമുക്കൊരു ടാഗ് ലൈനായി ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് അറിയാതെയോ അല്ലെങ്കിൽ അസത്യമോ ആയ കാര്യം ആരെങ്കിലും അകലെ നിന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അത്രമേൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം അതൊന്നും അത്ര പ്രസക്തമല്ല. പക്ഷേ കൺമുന്നിൽ കാണത്തക്ക വിധം ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച്, അതും ഒരു പ്രൊഫസറായ KT ജലീൽ മാത്രമല്ല, വലിയ താത്വിക പരിവേഷത്തോടുകൂടി സംസാരിക്കുന്ന MA ബേബി, അതോടൊപ്പം തന്നെ ആദർശം വളരെ സൗമ്യമായി സംസാരിക്കുകയും ബാക്കി എല്ലാവരെക്കാളും അര ഇഞ്ച് മുകളിലാണെന്ന് വിചാരിക്കുന്ന തോമസ് ഐസക് സാറ് അടക്കമുള്ള ആളുകളൊക്കെയും ആ സഭയ്ക്കകത്ത് അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയത് എന്തെല്ലാം പുകിലാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും നേരിടുന്ന ട്രോൾ എന്താണ്? അദ്ദേഹം അതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ലെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരിക്കലും ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ ചെയ്തതെന്തിനാണ്? അത് KM മാണി എന്ന അഴിമതിക്കാരൻ്റെ അഴിമതിക്കെതിരെയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതേ KM മാണിയുടെ മകൻ എവിടെയാണ്? KM മാണിയുടെ പാർട്ടി എവിടെയാണ്? KM മാണിയുടെ പാർട്ടിയുടെ മന്ത്രി എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നതാണ്. ആ സംഭവിക്കുന്നത് തന്നെ KT ജലീലിനും സംഭവിച്ചു എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അതിപ്പോഴെങ്കിലും അങ്ങനെ പാടില്ലായിരുന്നു എന്ന ചിന്ത പങ്കുവെച്ചത് അതൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇപ്പോഴെങ്കിലും അത് പറയാൻ തയ്യാറായല്ലോ. ഇത്തരം സംഗതികൾ ഇനിയും ഒരുപാട് പല തലത്തിലും അങ്ങയുടെ മേൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള ബോധ്യം അങ്ങയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായി പ്രേരണകളാലല്ല, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ ചേർത്ത് വെച്ച് വേണം ഒരു വിവേകവും തിരിച്ചറിവും ഒക്കെയുള്ള ഒരാൾ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമൊക്കെ. അല്ലെങ്കിൽ അതൊക്കെയും വലിയ പ്രത്യാഘാതങ്ങളാവും. ഏതായാലും ഇങ്ങനെയെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ.